കുരിശ് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമുക്ക് നൽകപ്പെടുന്നതാണ്. രോഗാവസ്ഥ നിർബന്ധ കുരിശാണ്. നമ്മളാരും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല തോളത്തോട്ട് കൊണ്ടുവച്ചത് ഈ രോഗം. സാമ്പത്തിക ഞെരുക്കം ആരാഗ്രഹിക്കുന്നത്? തോളത്തേക്ക് കൊണ്ടുവെക്കുന്ന കുരിശാണ്. കുടുംബത്തിനകത്തെ ടെൻഷൻസ് ആരാഗ്രഹിക്കുന്നത്? ആരാണ് കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നത്? നിർബന്ധിത കുരിശ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മേൽ വയ്ക്കപ്പെടുന്ന കുരിശുകളുണ്ട് പ്രിയമുള്ളവരെ. ആ കുരിശിനെ തട്ടിത്തെറിപ്പിച്ച് കളയാതെ, ദൂരേക്ക് വലിച്ചെറിയാതെ ആ കുരിശുകളെ ആശ്ലേഷിക്കുക. ആരും രക്ഷകൻ ചമയരുത്. രക്ഷകൻ അവനൊരുവൻ മാത്രമാണ്. നമ്മള് അവന്റെ പിന്നാലെ നടക്കുന്ന കേവല സഹായികൾ മാത്രമാണെന്ന്, ശുശ്രൂഷകർ മാത്രമാണെന്ന് തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ പ്രവേശിക്കാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് ചൊല്ലിയൊരു പ്രാർത്ഥനയിലൂടെ അല്ല. പിന്നെയോ നമ്മൾ എതിർത്ത എന്തോ ഒരു കാര്യമില്ലേ, തടഞ്ഞു വെച്ചൊരു കാര്യം. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ബുള്ളീഡ് ആകുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാവരുടെയും റോസ്റ്റിങ്ങിന് വിധേയനാകുന്ന, പരിഹാസങ്ങൾക്ക് വിധേയനാകുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക. പഠനത്തിൽ വൈകല്യമുള്ളവര്, ജോലിയിൽ അത്ര സ്കിൽഫുൾ അല്ലാത്തവര് കൂടെ നിൽക്കുക. അവരുടെ കുരിശിനെ ഒരല്പം നേരം ഒന്ന് തോളിൽ വെക്കുക. ഓർത്തേക്ക് ഇതൊക്കെ എനിക്ക് ഇൻകൺവീനിയൻസ് ആണ്, എന്റെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെയല്ല. ഇത്തരം കുരിശുകളാണ് നിനക്കുള്ള കൃപയുടെ വാതിൽ. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കുരിശിനെ എടുക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, the way, walking with Christ from ashes to Alleluia. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം 25ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. 25th ചാപ്റ്റർ, 25th എപ്പിസോഡ്. കർത്താവിന് നന്ദി പറയുന്നു. പാതി നോമ്പിന്റെ ഈ ദിവസത്തോളം മുടക്കമില്ലാതെ ഈ ശുശ്രൂഷയെ എത്തിച്ച കർത്താവിന്റെ കാരുണ്യത്തിന്, തിരക്കുകളുടെ നടുക്ക് ഇത് ചെയ്യാൻ എന്നെ ഒരുക്കുന്ന കർത്താവിനെ ഞാൻ അനുഭവിക്കുന്നു, തിരിച്ചറിയുന്നു, ഏറ്റുപറയുന്നു. ഒപ്പം ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇത് നിങ്ങളിലേക്ക് ഇതുപോലെ എത്തില്ല. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന പ്രത്യേകിച്ച് എൻ്റെ എഡിറ്റിംഗ് ടീം, എഡിറ്ററിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ. പിന്തുണ നൽകുന്നവരെ, ഈ ശുശ്രൂഷയ്ക്കായിട്ട് പിന്തുണ ഏകുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാതി നോമ്പാണ്. പാതി നോമ്പിനെ കുറിച്ച് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. എന്താണ് ഈ പാതി നോമ്പ്? എല്ലാവർക്കും പരിചയമുള്ള വാക്കല്ല എന്ന് എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാതി നോമ്പിൽ നമ്മൾ ഏത് മനോഭാവത്തോടെയാണ് ഈ ദിവസത്തെ സമീപിക്കേണ്ടത്? വാട്ട്സ് നെക്സ്റ്റ്? സെക്കൻഡ് ഹാഫ്, സെക്കൻഡ് പാർട്ട് എങ്ങനെ വേണം? ഈ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് ഒരാളോട് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, മകൻ 11 വയസ്സുകാരൻ ഡേവിഡ് കൂട്ടുകാരനല്ല, കൂടപ്പറപ്പിന്, സിബ്ലിങ്ങിന് പാതി നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആരോടാണോ ഇത് പറയുന്നത് അയാളുടെ നോമ്പ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. ഈ പ്രായമുള്ള പിള്ളേരല്ലേ, 11 വയസ്സ്. അപ്പൊ കൂടപ്പറപ്പും സമാന പ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടത് കേട്ടപാടെ ഞാൻ പറഞ്ഞു, ഷോ, അവന്റെ ആ പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ പാതി നോമ്പിന്റെ ടോക്കിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നല്ലോ എന്ന്. കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പറഞ്ഞത്, സോക്കർ കളിക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നീ തോറ്റുപോയാലും, ഫസ്റ്റ് ഹാഫിൽ എതിരാളി ലീഡ് എടുത്താലും സെക്കൻഡ് ഹാഫിൽ നിനക്ക് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ലേ? സെക്കൻഡ് ഹാഫിലെ നന്നായിട്ട് ചെയ്താൽ നീ ജയിക്കില്ലേ? ഫസ്റ്റ് ഹാഫിൽ നോമ്പിന്റെ ആദ്യ പകുതിയിൽ വീണുപോയോ, ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ, തെറ്റിപ്പോയോ, സാരമില്ലെന്ന്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് പിടിക്കാമെന്ന്. ആ വിചാരത്തോടെ ആഘോഷിച്ച് അധിക തീഷ്ണതയോടെ നമ്മൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. അതാണ് ഈ ദിവസം. കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ, പ്രാർത്ഥിക്കാൻ നിശ്ചയമായും നമ്മുടെ ചാനലിൽ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഓൾറെഡി നിങ്ങൾക്ക് എത്തിയിട്ടുള്ള പാതി നോമ്പ് സമാധാനത്തോടെ കാണണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ ധ്യാനം ശരിക്കും ഇന്നത്തെ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം എനിക്ക് തന്നെയും ഒത്തിരി ഹീലിംഗ് കിട്ടിയതാണ്. ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന വിഷയം, അതിന്റെ ധ്യാനം എന്നെ തന്നെ സുഖപ്പെടുത്തുന്നതും എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ചുറ്റുമുള്ളവരെ, അവരിൽ കർത്താവിനെ കാണാനും ഒക്കെ ഉപകരിച്ച ഒരു ധ്യാനമാണ്. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കർത്താവിന്റെ പീഡാസഹനത്തിന്റെ യാത്രയിൽ അവന്റെ കുരിശിന്റെ ഭാരം ഒരാൾ പങ്കുവെക്കുകയാണ്. കർത്താവിന്റെ കുരിശിന്റെ ഭാരം ഒരാൾ ഏറ്റെടുക്കുകയാണ്. കർത്താവിന്റെ പാഷൻ, പീഡാസഹനം എന്നുള്ളത്, ഡോണ്ട് തിങ്ക് ദാറ്റ്
ഇറ്റ് ഈസ് ജസ്റ്റ് ജീസസ് ആൻഡ് ഹിസ് സഫറിങ്. ഈശോയും അവന്റെ സഹനവുമാണ് പാഷൻ, പീഠാനുഭവം എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. ഈശോയുണ്ട്, അവന്റെ സഹനമുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ പ്രതികരണം ഇറ്റ് മാറ്റേഴ്സ്. കർത്താവിന്റെ സഹനത്തോട് ബാക്കിയുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതും പ്രധാനപ്പെട്ടതാണ്. കുറേയേറെ പേര് കർത്താവിനെ നിന്ദിച്ചു, പരിഹസിച്ചു. കുറേയേറെ പേര് ഓടിക്കളഞ്ഞു, ഇതൊന്നും കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാതെ ഓടിക്കളഞ്ഞു. കുറെ പേര് അല്പം ദൂരത്ത് നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്തു, കണ്ടു നിന്നു. മറ്റൊരാൾ ഹി വാസ് കമ്പൽഡ് ടു കം ക്ലോസ്. കർത്താവിന്റെ പീഡാസഹനത്തിന്റെ ചാരത്തേക്ക് വരാൻ നിർബന്ധിതനായ ഒരാൾ. അതാണ് ഇന്നത്തെ ധ്യാനം. കൗറീൻകാരനായ ശിമയോൻ കർത്താവിന്റെ കുരിശെടുത്ത് അവനെ സഹായിക്കുന്നു. ശിമയോൻ അപ്പസ്തോലനല്ല, കർത്താവിന്റെ നമുക്കറിയാവുന്ന അനുയായികളിൽ ഒരാളല്ല, ഒരു ഹീറോ, വിശ്വാസത്തിന്റെ വലിയൊരു ഹീറോ അല്ല. അയാളൊരു സാധാരണ മനുഷ്യനായിരുന്നിരിക്കണം. വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരാളെ രക്ഷയുടെ വഴിയിലേക്ക് ഹി വാസ് ഡ്രാഗ്ഡ്, അവന് വലിച്ചു ചേർക്കപ്പെട്ടതാണ് ഈ വഴിയിലേക്ക്. സഡൻലി ഹി ക്യാരിഡ് ദ ക്രോസ്. പെട്ടെന്നൊരു നേരത്ത് അവന്റെ ചുമലിലേക്ക് കുരിശ് കയറുകയാണ്. നമ്മൾ വായിക്കുന്ന ഭാഗം മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ബൈബിളുള്ളവരെടുക്കുക, എന്നോടൊപ്പം യാത്ര ചെയ്യുക, അടയാളപ്പെടുത്തുക. ഇതിനുശേഷം നമ്മൾ ഇന്നത്തെ പാതിനോമ്പിലെ ടോക്കിൽ പറഞ്ഞതുപോലെ ഈ ഭാഗം വായിച്ച് 10 മിനിറ്റ് സ്വസ്ഥതയോടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥതയോടെ ഇരിക്കണം. മർക്കോസ് 15:21. മർക്കോസ് വിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിറേനാക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യം. ലൂക്ക 23:26. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് ഈശോയുടെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, ഈശോയുടെ പിറകെ വരാൻ. ശിമയോൻ കുരിശെടുത്തപ്പോഴും മുമ്പേ നടക്കുന്നത് ശിമയോനല്ല, കർത്താവ് അപ്പോഴും മുമ്പിലുണ്ട്. അതിന്റെ പിന്നാലെ കുരിശെടുത്തുകൊണ്ട് ശിമയോൻ ഈശോയെ അനുഗമിക്കുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുമെന്ന് ഈശോ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്നു, നമുക്ക് കാണാൻ പാകത്തിൽ വെളിപ്പെടുന്നു. ഇമേജ് ഓഫ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്, ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ, ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ കൃത്യമായ ദൃശ്യം. നോട്ട് പ്ലാൻഡ്, നോട്ട് കംഫർട്ടബിൾ. ഇത് ആലോചിച്ചുറപ്പിച്ചതല്ല, ഇതൊരാളുടെ സൗകര്യമല്ല, കംഫർട്ടല്ല, ബട്ട് റിയൽ, യാഥാർത്ഥ്യമാണ്. നോട്ട് പ്ലാൻഡ്, നോട്ട് കംഫർട്ടബിൾ, ബട്ട് റിയൽ. പലപ്പോഴും ഈശോയുടെ ശിഷ്യനാകുക എന്നുള്ളത് നോട്ട് പ്ലാൻഡ്, നോട്ട് കംഫർട്ടബിൾ, ബട്ട് റിയൽ, അത് യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ ഇതിന് സമാനമായ കാഴ്ചകൾ. ഒന്ന്, നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. നിയമാവർത്തനം 22:4 നമ്മൾ കാണുന്ന കാഴ്ച, ഡോണ്ട് ഇഗ്നോർ അതേഴ്സ് ബേർഡൻ. മറ്റുള്ളവരുടെ ഭാരങ്ങളെ നീ നിസാരമായി കളയരുത്. നിയമാവർത്തനം 22:4. ഇങ്ങനെയാണത്, നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. ഇത് കഴുതയെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, ഇതൊരു മൊറാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണം, അവരുടെ ഭാരങ്ങൾ നീ ചുമക്കണം. അത് കൃത്യമായി ഫുൾഫില്ല് ചെയ്യപ്പെടുകയാണ് ആരിൽ? ശിമയോനിൽ. ശിമയോൻ കേവലം സഹായിക്കുന്നത് അവന്റെ ഒരു സഹോദരനെയോ പരിചയമുള്ള ഒരാളെയോ അല്ല, രക്ഷകനെ തന്നെ സഹായിക്കുക. രക്ഷകനെ കുരിശെടുത്ത് സഹായിച്ച് ശിമയോൻ ഈ വാക്യം അന്വർത്ഥമാക്കുകയാണ് കാൽവരി മല കയറ്റത്തിൽ. അടുത്തത്, കർത്താവിന്റെ പിറകെ ശിമയോൻ കുരിശെടുത്ത് നടന്നു. നമുക്ക് ഉടനെ ഓർമ്മ വരേണ്ട രംഗം എക്സഡസ് ആണ്, പുറപ്പാട്. പുറപ്പാടിൽ
ചെങ്കടൽ പകുത്ത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മോശയുടെ പിന്നാലെ ജനം യാത്ര ചെയ്യുന്നു. ദേ ഫോളോഡ് മോസസ്. മുമ്പിലൊരു നേതാവ്, പുറകിൽ അനുയായികൾ. അതുപോലെ കർത്താവിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നത് ശിമയോൻ നമുക്ക് കാണിച്ചു തരുന്നു. സാൽവേഷൻ ഹിസ്റ്ററി ബിക്കംസ് ഡിസൈപ്പിൾഷിപ്പ്. രക്ഷാകര ചരിത്രം ശിഷ്യത്വമായി മാറി തുടങ്ങുന്നു. രക്ഷാകര ചരിത്രത്തിൽ, സാൽവേഷൻ ഹിസ്റ്ററിയിൽ ഈ രംഗത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഹൗ ഗോഡ് ഡ്രോസ് ഔട്ട്സൈഡേഴ്സ് ഇൻ ടു റിഡംഷൻ. പുറത്തുള്ളവരെന്ന് കരുതപ്പെടുന്നവരെ എപ്രകാരമാണ് രക്ഷയുടെ മാർഗത്തിലേക്ക് കർത്താവ് നയിക്കുന്നത് എന്നതിന്റെ നല്ല തെളിവാണ് കെവറീൻകാരനായ ശിമയോൻ, കിറേനക്കാരനായ ശിമയോൻ കുരിശെടുക്കുന്നു. കിറേനക്കാരൻ ശിമയോൻ എന്നത് നോർത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് കിറേന. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രവാസത്തിലുള്ള, ഡയസ്പോറയിലുള്ള ഒരു യൂതനായിരിക്കാം, അല്ലെങ്കിൽ പിൽഗ്രീം ആയിരിക്കാം, ഇവിടെ വന്നതായിരിക്കാം തീർത്ഥാടനത്തിന്, നാട്ടിൻ പുറത്തു നിന്ന് വന്നു എന്ന സൂചനയുണ്ട്. മറ്റൊരു സൂചനയുള്ളത് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ശിമയോൻ. അതിന്റെ അർത്ഥം, ഇത് എഴുതപ്പെടുമ്പോൾ ഇതിന്റെ വായനക്കാർക്ക്, ഇത് ആദ്യകാലത്ത് ആദിമ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷം, അത് ആര് വായിക്കുന്നു, വായിക്കുന്നവർക്ക് ആരെ നല്ല പരിചയമുണ്ടെന്ന് ഇത് ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അലക്സാണ്ടറിനെയും റൂഫസിനെയും പരിചയമുണ്ട്. അതിന്റെ അർത്ഥം അവര് സഭയിൽ സജീവ അംഗങ്ങളാണ്. അപ്പൊ ശിമയോൻ കുരിശെടുത്തപ്പോൾ അതിന്റെ പിന്നാലെ അവര് സഭയിൽ സജീവമാകുന്നു. അതായത് എപ്രകാരം പുറത്തുള്ളവരെ കൂടെ, ജെറുസലേമിന് പുറത്തുള്ളവരെ കൂടെ ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കി കർത്താവ് മാറ്റുന്നു, തലമുറകളെ അതിലേക്ക് ചേർത്ത് പിടിക്കുന്നു. എ ഫോഴ്സ്ഡ് എൻകൗണ്ടർ ബിക്കംസ് സാൽവേഷൻ. നിർബന്ധിതമായൊരു കണ്ടുമുട്ടൽ രക്ഷയായി മാറുന്നു. എ ഫോഴ്സ്ഡ് എൻകൗണ്ടർ ബിക്കംസ് സാൽവേഷൻ. സഫറിംഗ് ബിക്കംസ് ഗ്രേസ്. സഹനം കൃപയായി മാറുന്നു. ക്രോസ് ബിക്കംസ് ഡോർവേ. കുരിശ് സ്വർഗത്തിലേക്കുള്ള കവാടമായി ഭവിക്കുന്നു. നിർബന്ധിതമായൊരു കണ്ടുമുട്ടൽ രക്ഷയായി മാറുന്നു. സഹനം കൃപയായി മാറുന്നു. കുരിശ് കവാടമായി മാറുന്നു. അതാണ് ശിമയോനിൽ സംഭവിച്ചത്. ഇനി ഈ രംഗത്തിന്റെ ദൈവശാസ്ത്ര ഡൈമെൻഷൻസ് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പറ്റുന്നവരൊക്കെ ഇത് കുറിച്ചെടുക്കുക. ഇത് പ്രാർത്ഥനയുടെ വിഷയമാക്കി നമ്മുടെ ജീവിതത്തോട് ഇതിനെ കണക്ട് ചെയ്ത് കർത്താവിന് നമ്മളെ തന്നെ ഇങ്ങനെ സറണ്ടർ ചെയ്ത് നിർത്താം. ഒന്നാമത്തത്, ക്രോസ് is sometimes given, not chosen. കുരിശ് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമുക്ക് നൽകപ്പെടുന്നതാണ്. ശിമയോൻ താല്പര്യത്തോടെ വോളണ്ടിയർ ചെയ്ത് വന്നതൊന്നുമല്ല. നമ്മൾ ആരും ഓർത്തേക്കരുത്. ശിമയോൻ കർത്താവിന്റെ മട്ടും ഭാവവും കണ്ടപ്പോ, പാവം, ഞാൻ എടുക്കാൻ കുറച്ചു നേരം കുരിശ് എന്ന് പറഞ്ഞ് പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴിക്ക് ആൾക്കാർ മാറി മാറി കുരിശ് പിടിക്കുന്നത് പോലെ ശിമയോൻ മുന്നോട്ട് കയറി വന്ന് പിടിച്ചതൊന്നുമല്ല. ഹി വാസ് കമ്പൽഡ്. അവൻ നിർബന്ധിതനായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിർബന്ധിത കുരിശുകൾ നമ്മുടെ മേൽ വന്ന് വീഴും. നമ്മളായിട്ട് തെരഞ്ഞെടുക്കുന്ന കുരിശുണ്ട്. നിങ്ങളിപ്പോ എടുക്കുന്ന ഉപവാസമില്ലേ, നോമ്പില്ലേ, പരിത്യാഗമില്ലേ, നിർബന്ധിത കുരിശല്ല. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന, വി ചൂസ് ദോസ് ക്രോസസ്. പക്ഷെ നിർബന്ധിത കുരിശുകളെ എങ്ങനെ എടുക്കുന്നുള്ളതാണ്. രോഗാവസ്ഥ നിർബന്ധിത കുരിശാണ്. നമ്മളാരും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, തോളത്തോട്ട് കൊണ്ടുവച്ചത് ഈ രോഗം. സാമ്പത്തിക ഞെരുക്കം ആരാഗ്രഹിക്കുന്നത്? തോളത്തേക്ക് കൊണ്ടുവെക്കുന്ന കുരിശാണ്. കുടുംബത്തിനകത്തെ ടെൻഷൻസ് ആഗ്രഹിക്കുന്നത്? ആരാണ് കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കാത്തത്? നിർബന്ധിത കുരിശാണ്. We do not choose them, they are laid upon us. We do not choose them, but they are laid upon us. അപ്പോ ശിമയോൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ഈ വാക്യം ഇന്നത്തെ ധ്യാനത്തിന്റെ കോറാണ്. ഇന്നത്തെ ധ്യാനത്തിൽ കുറെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇത് പല ആവർത്തി പ്രാർത്ഥിക്കണം. എ ക്രോസ് ഇമ്പോസ്ഡ് can become a cross embraced, and the same cross can become your blessing. A cross imposed can become the cross embraced, and the same cross can become your blessing. നിന്റെ മേൽ വെക്കപ്പെട്ട കുരിശിനെ
നിനക്ക് പുൽകാൻ കഴിയും. നീ പുൽകുന്ന കുരിശ് നിനക്ക് അനുഗ്രഹമായി മാറും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മേൽ വയ്ക്കപ്പെടുന്ന കുരിശുകളുണ്ട് പ്രിയമുള്ളവരെ. ആ കുരിശിനെ തട്ടിത്തെറിപ്പിച്ച് കളയാതെ, ദൂരേക്ക് വലിച്ചെറിയാതെ ആ കുരിശുകളെ ആശ്ലേഷിക്കുക. ആ കുരിശ് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അടുത്ത ചിന്ത, സൈമൺ ഷെയർസ് ദ ബർഡൻ ബട്ട് ജീസസ് സ്റ്റിൽ ലീഡ്സ്. ശിമയോൻ കർത്താവിന്റെ കുരിശിന്റെ ഭാരം വഹിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത് നയിക്കുന്നത് കർത്താവാണ്. കർത്താവിന്റെ പിറകെയാണ് ശിമയോൻ നടക്കുന്നത്. മറ്റുള്ളവരെ കുരിശെടുക്കുമ്പോൾ, ഇതുപോലെ ത്യാഗം ഏറ്റെടുക്കുമ്പോൾ ഓർത്തേക്കരുത് നമ്മൾ രക്ഷകനാണെന്ന്. ഹീ ഈസ് ദ റിഡീമർ. രക്ഷകൻ അവൻ മാത്രമാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാൻ കഴിയും, പക്ഷെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ടാകില്ല. ആ എളിമ എപ്പോഴും കുരിശിന്റെ വഴിയെ, ശിഷ്യത്വത്തിന്റെ വഴിയെ നമുക്കുണ്ടാകണം. രക്ഷകൻ മിശിഹായാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രൈഡ് കയറും, അഹങ്കാരം കയറും. ഞാൻ കാരണം രക്ഷിക്കപ്പെട്ടവരുടെ ലിസ്റ്റ്, ആര് രക്ഷിക്കപ്പെട്ടെന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുരിശൊന്നെടുത്ത് പറ്റുന്ന പോലെ ഒന്ന് താങ്ങിക്കൊടുക്കാം. മുമ്പേ നടക്കുന്നത് അവനാണ് രക്ഷകൻ. കർത്താവാണ് വീണ്ടെടുപ്പുകാരൻ. വി ജസ്റ്റ് ബെയർ ദ ക്രോസ്. വി ജസ്റ്റ് ക്യാരി ദ ക്രോസ്. വി ആർ ഹെൽപ്പേഴ്സ്, നോട്ട് റിഡീമേഴ്സ്. ആരും രക്ഷകൻ ചമയരുത്. രക്ഷകൻ അവനൊരുവൻ മാത്രമാണ്. നമ്മള് അവന്റെ പിന്നാലെ നടക്കുന്ന കേവല സഹായികൾ മാത്രമാണെന്ന്, ശുശ്രൂഷകർ മാത്രമാണെന്ന് തിരിച്ചറിയണം. ഇത് സഭയെ തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം അറിയാമോ? ദ മിനിസ്ട്രി ഓഫ് കമ്പാഷൻ. തിരുസഭ നമ്മൾ ഒരുമിച്ച് തിരിച്ചറിയേണ്ട ഒന്നാണ്. കരുണയുടെ ശുശ്രൂഷ പഠിപ്പിക്കുന്നുണ്ട്. കരുണയുടെ ശുശ്രൂഷ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒറ്റ രംഗത്തിലൂടെ. അതായത് ക്രോസ് ഈസ് നെവർ മെന്റ് ടു ബി ക്യാരിഡ് അലോൺ. ക്രോസ് ഈസ് നെവർ മെന്റ് ടു ബി ക്യാരിഡ് അലോൺ. കർത്താവ് കുരിശെടുത്തപ്പോ ആ കുരിശിന്റെ ഭാരത്തെ ശിമയോൻ വഹിക്കുമ്പോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ക്രോസ് ഈസ് നെവർ മെന്റ് ടു ബി ക്യാരിഡ് അലോൺ. ഒരു കുരിശും ഒറ്റയ്ക്ക് ചുമക്കേണ്ടതല്ലെന്ന്. കർത്താവിന്റെ കുരിശ് കർത്താവ് ഒറ്റയ്ക്കല്ല ചുമന്ന. ശിമയോൻ സഹായിച്ചെങ്കിൽ ഇനിയും ഈ കാലത്തും ഒരു കുരിശും ആരും ഒറ്റയ്ക്കെടുക്കരുത്. ക്രിസ്തീയത എന്നത് ഈ ഐക്യമാണ്, ഈ കൂട്ടായ്മയാണ്, ഈ കമ്മ്യൂണിയനാണെന്ന് തിരിച്ചറിയണേ. അതുകൊണ്ട് ഒറ്റയ്ക്ക് കുരിശ് ചുമക്കാൻ ഒരാളെ വിട്ടുകൊടുക്കുമ്പോൾ തോറ്റുപോകുന്നത് ക്രിസ്തീയതയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. പൗലോസ്ലിഹ എഴുതി വെച്ചതിന്റെ വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മൾ ശിമയോനിൽ കാണുന്നത്. ഗലാത്യ 6-ാം അധ്യായം 2-ാം വാക്യം. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് മിശിഹായുടെ നിയമം പൂർത്തിയാക്കുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് മിശിഹായുടെ നിയമം നിങ്ങൾ പൂർത്തിയാക്കുവിൻ. ക്രോസ് ഈസ് നെവർ മെന്റ് ടു ബി ക്യാരിഡ് അലോൺ. പിതാക്കന്മാര് പഠിപ്പിക്കുന്നത്, അഗസ്തിനോസ് പുണ്യാളൻ പഠിപ്പിക്കുന്ന കാര്യം, someone outside Jerusalem is carrying the cross. ജെറുസലേമിന് പുറത്തുള്ള ഒരാള് കുരിശെടുക്കുന്നു. അതിന്റെ അർത്ഥം രക്ഷ രാജ്യങ്ങൾ താണ്ടി ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകും. അതിന്റെ സൂചന കർത്താവ് കുരിശിന്റെ വഴിയിലേ നമുക്ക് നൽകുകയായിരുന്നു എന്ന്. ജോൺ ക്രിസോസ്തം പിതാവ്, ഈ യാത്രയിൽ ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ട പിതാവാണ് ജോൺ ക്രിസോസ്തം. നിങ്ങൾക്ക് വീണ്ടും ഇഷ്ടം കൂടും ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ട്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. Grace enters our lives not through what we planned, but through what we resisted. Grace enters life not through what we have planned, but through what we have resisted. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ പ്രവേശിക്കാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് ചൊല്ലിയൊരു പ്രാർത്ഥനയിലൂടെ അല്ല. നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പരിത്യാഗ പുണ്യ പ്രവൃത്തിയിലൂടെ അല്ല. പിന്നെയോ നമ്മൾ എതിർത്ത എന്തോ ഒരു കാര്യമില്ലേ, തടഞ്ഞു വെച്ചൊരു കാര്യം. അതായത് അമ്മായിപ്പനോട് അമ്മായിയമ്മയോട് റെസിസ്റ്റൻസ് ആണ്. പറ്റുന്നില്ല, അങ്ങോട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, അവിടെയാണ് നിന്റെ കൃപ ഇരിക്കുന്നത്. ഗ്രേസ് enters your life not through what you have planned, but through what you have resisted. ശിമയോൻ തോളിലേക്ക് വെക്കാൻ വിസമ്മതിച്ച കുരിശിലൂടെയാണ് ശിമയോന് കൃപ തുറന്നു കിട്ടിയത്. നീ എതിർക്കുന്നതിലാണ് കേട്ടോ കൃപ ഇരിക്കുന്നത്.
ചില കാര്യങ്ങളെ കർത്താവിൽ ആശ്രയിച്ച് സ്നേഹിച്ച് ഇഷ്ടക്കേടുള്ള ചില ആൾക്കാരില്ലേ, റെസിസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് കൃപ ഇരിക്കുന്നത്. ഒന്ന് സ്നേഹപൂർവ്വം ട്രീറ്റ് ചെയ്ത് നോക്കാവോ ഇവരെ? കൃപ നിന്നിലേക്ക് എത്തുന്ന അവരെ ഓർത്തല്ല, നിന്നിലേക്ക് കൃപ എത്താൻ നീ റെസിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ചിലതിനെയൊക്കെ അംഗീകരിച്ച്, പാപത്തെ അല്ല കേട്ടോ ഈ പറയുന്നത്, പാപമൊഴിച്ച് നന്മയെ, പുണ്യത്തെ, മനുഷ്യരെ അംഗീകരിച്ച് രമ്യപ്പെട്ട് നോക്കിക്കേ. കൃപയുടെ വാതിൽ നിനക്കായി തുറക്കപ്പെടുന്നതും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് കുത്തി ഒഴുകി വരുന്നതും നീ അനുഭവിക്കും. ഒരിജൻ പറയുന്നു, ക്യാരി ഇറ്റ് ബിഹൈൻഡ് ജീസസ്. ഒരിജൻ പിതാവ് പറയുന്നു, കുരിശുണ്ടോ ജീവിതത്തിൽ, എടുക്ക്, അവന്റെ പിന്നാലെ അത് പിടിച്ചെന്ന് നടക്ക്. ക്യാരി ഇറ്റ് ബിഹൈൻഡ് ജീസസ്. നീ എടുക്കുന്ന ഏത് കുരിശും ഒരു കാര്യം ഉറപ്പുവരുത്തിയാൽ മതി, കർത്താവിന്റെ പിറകെ അത് പിടിച്ച് നടക്കുകയാണെന്ന് അങ്ങ് വിചാരിക്കുക. അംബ്രോസ് പിതാവ് പറയുന്നത്, ക്രൈസ്റ്റ് കുഡ് ക്യാരി ദ ക്രോസ് അലോൺ. അതെന്തൊരു ചിന്തയാണ്. ഈശോയ്ക്ക് ആ കുരിശ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഈശോ അത്രമേൽ തകർക്കപ്പെട്ടു, പക്ഷെ കർത്താവ് വിചാരിച്ചാൽ അവൻ ആ കുരിശ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കമ്പാഷനേറ്റ് പാർട്ടിസിപ്പേഷൻ, കരുണയോടെയുള്ള പങ്കാളിത്തത്തിന്റെ പാഠം പഠിപ്പിക്കുക. രക്ഷയിൽ നമ്മളെയും പങ്കു ചേർക്കുകയായിരുന്നു ഈ ശുശ്രൂഷയിൽ. കാനായിൽ കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കിയവന് ശൂന്യമായ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കഴിവുണ്ട്. പിന്നെയും അവൻ പറഞ്ഞു, കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ. കാൽവരിയിൽ പാടുപീഡകൾക്ക് വിധേയപ്പെട്ട് കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്നവന് ഈ കുരിശിനെ കാൽവരി മല മുകൾ വരെ ചുമന്ന് കയറ്റാൻ കഴിയും. പക്ഷെ പറഞ്ഞു, ഡു യുവർ പാർട്ട്, ലെറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് പാഷൻ, ഇൻ ഹിസ് സഫറിംഗ്. കത്തോലിക്ക സഭയുടെ പഠിപ്പീര് CCC 618 പറയുന്നു, ക്രൈസ്റ്റ് ഇൻവൈറ്റ്സ് us to share in his sacrifice. നമ്മൾ ഈ പറഞ്ഞ കാര്യം, തന്റെ ബലിയിൽ നമ്മളും പങ്കാളികളാകാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. CCC 2447 works of mercy include being suffering with others. കരുണയുടെ പ്രവർത്തികളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അവരോടൊപ്പം സഹിക്കുന്നതും ഉൾപ്പെടുമെന്ന്. കരുണ നിന്നിലുള്ളത് കൊടുക്കുന്നത് മാത്രമല്ല, സഹിക്കുന്നവന്റെ കൂടെ ഇരുന്ന് സഹിക്കുന്നത്, അവന്റെ സഹനത്തിൽ പങ്കുപറ്റുന്നത് കരുണയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് നെവർ മീ ആൻഡ് ഗോഡ്. അത് പ്രത്യേകം ഓർക്കണം. ഇന്ന് അത്തരം സ്വകാര്യ ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ട്. ഞാനും എന്റെ ദൈവം, മീ ആൻഡ് ഗോഡ് ഓൺലി. Christian life is not about me and God only. It is communion, it is solidarity and shared responsibility. ഞാനും എന്റെ കർത്താവും എന്ന സ്വർഗത്തിലേക്ക് ഹോട്ട്ലൈൻ വലിച്ചുകൊണ്ടിരിക്കരുത്. ചിലർ നേരെ കയറ് കെട്ടി തൂങ്ങി പോകുമ്പോഴാണ് സ്വർഗത്തിലോട്ട്. നത്തിങ് ലൈക്ക് ദാറ്റ് ഇൻ ക്രിസ്ത്യാനിറ്റി. എപ്പോഴും പറയാറുള്ളതല്ലേ ഞാൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ നല്ലോ നിലവിളിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. ദാറ്റ് മീൻസ് Christianity is all about communion. It's all about solidarity. It's all about sharing responsibility. ഇത് കൂട്ടായ്മയാണ്, ഉത്തരവാദിത്വം പങ്കുവയ്ക്കുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയത. സൈമൺ ഷിമയോൻ is opposite of indifference. ഇന്നത്തെ അപകടം അറിയാമോ പ്രിയമുള്ളവരെ? നമ്മുടെ കൺമുമ്പിലൂടെ കുരിശെടുത്ത് പീഠാനുഭവത്തിന്റെ കാൽവരി മലകയറ്റം നടത്തുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്ന ഓരോ ദിവസം. കഠിന പീഡകളിലൂടെ, യാതനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കും. സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാർ. നമ്മുടെ ഇന്നത്തെ മുഖഭാവം നിസ്സംഗതയാണ്. ക്രിസ്ത്യാനിയുടെ മുഖലക്ഷണം ആനന്ദം, കരുണ ആയിരിക്കേണ്ടിയിരിക്കെ ഇന്ന് ക്രിസ്ത്യാനിയുടെ, നമ്മുടെ ഈശോയെ അനുഗമിക്കുന്നവരുടെ മുഖഭാവം നിസ്സംഗതയായിട്ട് മാറിപ്പോകുന്നു, ഇൻഡിഫറൻസ് ആയിട്ട് മാറിപ്പോകുന്നു. സൈമൺ ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻഡിഫറൻസ്. ശിമയോൻ നിസ്സംഗതയുടെ വിപരീത മുഖമാണ്. നിസ്സംഗതയോടെ നോക്കി നിൽക്കാതെ, നിർബന്ധിക്കപ്പെട്ടിട്ടാണെങ്കിലും നിർബന്ധത്താലെ വന്നതിനെ, ഇമ്പോസ്ഡ് ആയ ഒരു ക്രോസിനെ അവൻ എംബ്രേസ് ചെയ്തു, അവനതിനെ ചേർത്ത് പിടിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പല ആവർത്തി ഈ അപകടത്തെ ഇൻഡിഫറൻസ്, warns against indifference as the greatest sin of modern life. ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അപകടമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പല ആവർത്തി അവതരിപ്പിച്ചത് നിസ്സംഗത. ആർക്കെന്ത് പറ്റിയാലും ഒന്ന് കുലുങ്ങില്ല, കരുണയുള്ളൊരു നോട്ടമില്ല,
ആർദ്രതയുള്ള ഹൃദയമില്ല, നിസ്സംഗത. ഇൻഡിഫറൻസ് ഇസ് ദ ന്യൂ ഫേസ് ഓഫ് ഹ്യൂമാനിറ്റി. അപകടമാണത്. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. പ്രിയമുള്ളവരെ, എല്ലാ വീട്ടിലും ഒരു ശിമയോൻ വേണേ. കുറഞ്ഞത് എല്ലാവരും ശിമയോനായിരുന്നെങ്കിൽ നന്ന്. ഇനി എല്ലാവരും ശിമയോനായില്ലെങ്കിൽ എല്ലാ വീട്ടിലും ഒരു ശിമയോനെങ്കിലും വേണം. ഒരു ശിമയോനെങ്കിലും വേണം. മറ്റുള്ളവരുടെ വൈകാരികതയുടെ ഭാരങ്ങളെ, ഇമോഷണൽ ബേർഡൻസിനെ എടുത്ത് ചുമലിൽ വെക്കാൻ ഒരു ശിമയോൻ എല്ലാ വീട്ടിലും വേണം. മറ്റുള്ളവർ ബലഹീനരാകുമ്പോൾ അവരുടെ ബലഹീനതയിൽ കരുണയുടെ കരം നീട്ടി അവരെ ഒന്ന് ചേർത്തും ഉയർത്തിയും പിടിക്കാൻ എല്ലാ വീട്ടിലും ഒരു ശിമയോൻ ആവശ്യമുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ, വൃദ്ധരായ നമ്മുടെ മുതിർന്ന തലമുറയെ കരുണയോടെ, അലിവോടെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ എല്ലാ വീട്ടിലും കൊച്ചുമക്കൾ ആരെങ്കിലും ശിമയോനായിരുന്നെങ്കിൽ, കൂടപ്പിറപ്പിനെ അത്ര കഴിവില്ലെന്ന് എല്ലാവരും പറയുന്ന അല്പം ബലഹീനതകളുള്ള കൂടപ്പിറപ്പിനെ അലിവോടെ ചേർത്ത് പിടിച്ച് അവനെ, അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ശിമയോൻ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ. പ്രിയമുള്ള യുവജനങ്ങളെ, നിങ്ങൾക്കും സ്പെഷ്യൽ കോൾ ഉണ്ട്. ബി എ സൈമൺ ഇൻ സം അതേഴ്സ് ലൈഫ്. ബി എ സൈമൺ ഇൻ സം അതേഴ്സ് ലൈഫ്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ബുള്ളീഡ് ആകുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാവരുടെയും റോസ്റ്റിങ്ങിന് വിധേയനാകുന്ന, പരിഹാസങ്ങൾക്ക് വിധേയനാകുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഹി നീഡ്സ് എ സപ്പോർട്ട്. ബി എ സൈമൺ ഇൻ ഹിസ് ലൈഫ്. ഒരുപാട് അഡിക്ഷൻസിലേക്ക് വീണു പോകുന്ന, ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പറ്റാത്ത വിധം അടിമത്തത്തിലായി പോയൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ ബി എ സൈമൺ ഇൻ ഹിസ് ലൈഫ്. അവന്റെ ഭാരങ്ങളെ, സ്ട്രെസ്സിനെ കുറച്ച് ഏറ്റെടുത്ത് കൂടെ നിൽക്കുക. ഇനി പഠനത്തിൽ വൈകല്യമുള്ളവര്, ജോലിയിൽ അത്ര സ്കിൽഫുൾ അല്ലാത്തവര് കൂടെ നിൽക്കുക. അവരുടെ കുരിശിനെ ഒരല്പം നേരം ഒന്ന് തോളിൽ വെക്കുക. ഓർത്തേക്ക് ഇതൊക്കെ എനിക്ക് ഇൻകൺവീനിയൻസ് ആണ്, എന്റെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെയല്ല. ഇത്തരം കുരിശുകളാണ് നിനക്കുള്ള കൃപയുടെ വാതിൽ. ഇത്തരം കുരിശുകളാണ് നിനക്കുള്ള കൃപയുടെ വാതിൽ. ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചു പോകുമ്പോൾ പറ്റുന്നത്, ഇവിടെ ജീവിതം സുഖകരം, സ്വർഗത്തിന്റെ കവാടം നിനക്ക് നേരെ അടഞ്ഞു കിടക്കും. പ്രിയമുള്ളവരെ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കുരിശിനെ എടുക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഹോംവർക്ക് തരിക. പരമാവധി ആളുകളിലേക്ക് ഈ കാര്യം സ്പ്രെഡ് ചെയ്യുക. നിങ്ങളെ പ്രത്യേകിപ്പിക്കുകയാണ്. ഡു എ സൈമൺ ആക്ട്. ഡു എ സൈമൺ ആക്ട്. ഒരു പുതിയ പേര് കോയിൻ ചെയ്ത് തരികയാണ്. സൈമൺ ആക്ട്. എന്താണ് സൈമൺ ആക്ട്? രണ്ട് രീതിയിൽ അതിനെ അവതരിപ്പിക്കാം. സൈമൺ ആക്ട്. ഒന്ന്, നമ്മുടെ മേൽ വെക്കപ്പെടുന്ന കുരിശുകളെ പരാതിയില്ലാതെ ഏറ്റെടുക്കണം. ചില കുരിശിനെ നമ്മൾ പോയി എടുത്ത് തോളിൽ വെച്ചത്, ഇതുപോലെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന കുരിശ് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയാതിരിക്കാനാണ്. നീ ഉപവാസം എടുത്തത് ഒരു ദിവസം ഭക്ഷണം ഇല്ലാതാകുമ്പോൾ നിശബ്ദനായി അതിനെ ഏറ്റെടുക്കാനായിരുന്നു. ഇമ്പോസ്ഡ് പ്രോസസ് ആണ് കൃപയുടെ വാതിലെന്ന് ഓർക്കണം. രണ്ട്, ചുറ്റുമുള്ളവരിൽ ഭാരം വഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ, അയാൾ കടന്നു പോകുന്ന ഇമോഷണൽ ബേർഡൻസ്, അയാൾ കടന്നു പോകുന്ന മറ്റെന്തൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, ബി എ സൈമൺ ഇൻ ഹിസ് ലൈഫ്. അതുകൊണ്ട് സൈമൺ ആക്ട്, കരുണയുടെ ഒരു ശിമയോൻ പ്രവൃത്തി ചെയ്യാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ ഇന്ന് ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശമിശിക്കണേ, കുരിശെടുത്ത് എന്നെ അനുഗമിക്കുമെന്ന് ആഹ്വാനം ചെയ്തവനെ, എന്റെ കുരിശെടുത്ത് ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. എന്റെ മുന്നിലൂടെ കുരിശെടുത്ത് കൂനി തളർന്നു നടക്കുന്നവരുടെ സഹനങ്ങളെ, യാതനകളെ കാണാനും കരുണയോടെ നോക്കാനും എന്നെ കൊണ്ടാകുന്നത് പോലെ അവരെ സഹായിക്കാനും എന്നെ നീ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.